ഹായ്. റാമോഹനെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്താണ് സോന ദേശായി നീനയും റാമോഹനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നേക്കുന്നത്. ഫിസിയോതെറാപ്പി കഴിഞ്ഞതുകൊണ്ട് തന്നെ റാമോഹൻ ചെറിയൊരു മയക്കത്തിലാണ്. അവർ കൊണ്ടുവന്ന ഒരു മരുന്ന് സിറിഞ്ചിലേക്ക് കുത്തിയെടുത്തിട്ട് അവിടെ ഇരിക്കുന്ന ആപ്പിളിലേക്ക് നീന അത് കുത്തിവെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സോന ദേശായി റാമോഹൻ സാറിന് വിളിക്കുന്നുണ്ട്. അയാൾ കണ്ണു തുറക്കുന്നില്ല. സോന നീനയോട് ചോദിക്കും, ഇനി എങ്ങാനും ഇയാൾ തട്ടിപ്പോയോ? നീന പറയും, അങ്ങനെ പറയാതെ മമ്മ, നമുക്കായിട്ട് ഇയാളെ കൊല്ലാൻ കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസാ, വെറുതെ അത് ഇല്ലാതാക്കരുത്. സോന പറയും, ഇയാൾ മരിക്കുന്നതിന് മുമ്പ് നിനക്ക് ഇത്ര സന്തോഷമാണെങ്കിൽ ഇയാൾ മരിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും? നീന പറയും, അത് പിന്നെ പറയാനുണ്ടോ, ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് അവർ ചിരിക്കുന്നുണ്ട്. ആ സമയമാണ് റാമോഹൻ പതിയെ കണ്ണു തുറക്കുന്നത്. അന്നേരം തന്നെ സോന ദേശായി നീനയും ചിരിയൊക്കെ മാറ്റും. റാമോഹൻ ചോദിക്കുന്നുണ്ട്, എന്താ സോന ഒരു ചിരിയൊക്കെ? സോന പറയും, ഓരോ ദിവസവും സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെയല്ലേ നടക്കുന്നത്. സാറ് തന്നെ ഇവിടെ അറ്റാക്ക് വന്ന് കടന്നിട്ടും ജീവൻ തിരികെ കിട്ടിയില്ലേ, അതും സന്തോഷിക്കാനുള്ള കാര്യമല്ലേ? അങ്ങനെ ഓരോന്നും പറഞ്ഞ് റാമോഹനെ ഇഷയൊക്കെ അവഹേളിക്കുന്ന തരത്തിലും സോനദേശായി ഓരോന്നും പറയും. ലാസ്റ്റ് റാമോഹൻ സോനദേശായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടും. സോനദേശായിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടാണ് അവർ നീനയും കൂടി റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. നീന മമ്മിയോട് ചോദിക്കും, ആപ്പിള് കഴിച്ച റാമോഹന്റെ കാര്യത്തിലൊരു തീരുമാനം ആകുമല്ലോ അല്ലേ, ഇനി റിസ്ക് എടുക്കാൻ വയ്യ. സോന പറയും, ഇനി യാതൊരു ടെൻഷനും വേണ്ട. സോന നേരിട്ട് ഇറങ്ങിയതൊന്നും ഇന്നേ വരെ പരാജയപ്പെട്ടിട്ടില്ല. ആപ്പിളിൽ കുത്തിയേക്കുന്ന ആ മരുന്നുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ BP അങ്ങ് ഹൈ ആവും. അതോടെ കിഡ്നിയുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം തകരാറിലാവും. പിന്നെ റാമോഹനെ പോലെ ഉള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ അധികം സമയമൊന്നും വേണ്ട. പിന്നെ അയാളുടെ കാര്യം നോക്കണ്ട. പിന്നെ ഇഷയുടെ കാര്യവും പറയണ്ടല്ലോ. അതും പറഞ്ഞ് സോനയും നീനയും കൂടി ചിരിക്കുന്നുണ്ട്. സോന പറയും, നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന രേഖകളൊന്നും നമ്മൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതൊക്കെ തരണം ചെയ്ത് നമ്മൾ ആ രേഖകളെല്ലാം നമ്മുടെ സ്വന്തമാക്കിയിരിക്കണം. കയ്യും മെയ്യും മറന്ന് ശ്രദ്ധയോടെ അതീവ ജാഗ്രതയോടെ നമ്മൾ പ്രവർത്തിക്കണം. ആ സമയം ഒരു നേഴ്സ് അങ്ങോട്ട് വരും. സോന ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ റാമോഹൻ സാറിനെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ അല്ലേ? അതിനവർ ചിരിക്കത്തേ ഉള്ളൂ. സോന പറയും, മരുന്ന് മാത്രം കൊടുത്താൽ പോരാ, അവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സും ഇടയ്ക്കൊക്കെ കൊടുക്കണം. ഒത്തിരി ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നതല്ലേ, ശരീരം ചൂടാവാതെ നോക്കണം. അതിന് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാ. അവര് പറയും, ഞാൻ സാറിന് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാറുണ്ടല്ലോ, വേണു ഡോക്ടർ സാറിനെ നോക്കാനുള്ള ഡ്യൂട്ടി ഇട്ടേക്കുന്നത് എനിക്കാ. സോന പറയും, ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കൊടുത്താൽ പോരാ, ആപ്പിള് തന്നെ കൊടുക്കണം. പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഒരു ആപ്പിള് തിന്നാ ഡോക്ടറെ കാണേണ്ട കാര്യമില്ലാന്ന്. ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ ആപ്പിള് തന്നെയാ നല്ലത്. ഞാൻ ഇനി തൊട്ട് കൊടുത്തോളാം മേഡെന്നും പറഞ്ഞ് അവരവിടുന്ന് പോകും. സോനയും നീനയും കൂടി അവിടുന്ന് പോകുന്നത് ദേവബാലയെ കാണാനാണ്. ആ നഴ്സ് റാമോഹന്റെ അടുത്ത് വന്ന് ഷുഗർ നോക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞിട്ട് നോർമലാണ്, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയും. അത് കേൾക്കുമ്പോൾ റാമോഹന് സമാധാനം ഉണ്ടാവും. ഞാൻ ആപ്പിള് കട്ട് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്നും വേണ്ട സിസ്റ്ററെ, ഫിസിയോതെറാപ്പി കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം, എനിക്കൊന്ന് കടക്കണം. അവർ പറയും, ഈ ക്ഷീണമൊക്കെ മാറി എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണ്ടേ, അതിന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം. അതും പറഞ്ഞ് ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആപ്പിൾ തന്നെ എടുത്ത് ചെത്താൻ തുടങ്ങും. റാമോഹൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒന്നും വേണ്ടാഞ്ഞിട്ടാ, കുറച്ച് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം, ഇപ്പോൾ ഒന്ന് മയങ്ങട്ടെ. അത് കേട്ട് നേഴ്സ് ആപ്പിള് തിരികെ വെച്ചിട്ട് റാമോഹനെ വന്നൊന്ന് പുതപ്പിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. സോഹനെ ദേവബാല മുറിയിൽ പൂട്ടിയിട്ടേക്കുവാണ്. അവൻ്റെ ഫോണുമായിട്ടാണ് ദേവബാല പോയേക്കുന്നത്. സോഹനാകെ പെട്ടുപോയൊരവസ്ഥയിലാണ്. ഏത് നേരത്താണോ ഇങ്ങോട്ട് വരാൻ തോന്നിയെന്നൊക്കെ സോഹൻ ചിന്തിക്കുന്നുണ്ട്. അവൻ വേഗം പോയി ജനാല അങ്ങ് തുറക്കും. എന്നിട്ട് വിളിച്ചു കൂവുന്നുണ്ട്, ഹലോ, അവിടെ ആരെങ്കിലും ഉണ്ടോ, എന്നെ രക്ഷിക്കണേ, എന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കുവാണ് എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ആ ഏരിയയിലൊന്നും ആരെയും കാണില്ല. സോഹൻ വീണ്ടും വന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാഷെ, വാതിൽ തുറക്കുന്നൊക്കെ വിളിച്ച് പറയും. മര്യാദയ്ക്ക് തുറക്ക് ദേവബാല, ഇല്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കും. എന്നാൽ ദേവബാല ഇതൊന്നും കേൾക്കാതെ ഇയർബഡ്സ് വെച്ച് ഫോണിൽ പാട്ടും കേട്ടിരിക്കുകയാണ്. മാഷ് ദേവുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, മോളെ ദേവു, അവനതെല്ലാം പൊളിച്ചെടുക്കുവോ? ദേവു ആണെങ്കിൽ ചെവിന്ന് ഒരു ഇയർബഡ്സ് മാറ്റിയിട്ട് ചോദിക്കും, എന്താച്ചാ പറഞ്ഞത്? അയാൾ പറയും, അല്ല, അവൻ ആ വാതിലൊക്കെ ചവിട്ടി പൊളിക്കുവോന്ന്. ദേവു ചോദിക്കും, ഇവൻ ഇതുവരെ അടങ്ങിയില്ലേ? മാഷ് പറയും, അവിടെ ചവിട്ടും കുത്തും തന്നെ, അവൻ ഇതുകൊണ്ടൊന്നും അടങ്ങുമെന്ന് തോന്നുന്നില്ല. ദേവു പറയും, വാതിലൊന്നും പൊളിക്കില്ല അച്ഛാ, റാമോഹൻ മുതലാളി പൊന്നുമോക്ക് സ്ത്രീധനായിട്ട് കൊടുത്ത വീടല്ലേ, അതുകൊണ്ട് വാതിലൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് നല്ല തേക്ക് നടി കൊണ്ടായിരിക്കും. വേണ്ടി വന്ന മുതലാളിയുടെ കള്ളപ്പണമൊക്കെ സൂക്ഷിക്കേണ്ട സ്ഥലമല്ലേ, അതുകൊണ്ട് വാതിലിനൊക്കെ നല്ല ഉറപ്പാ. പക്ഷെ മോളെ, ജനലിൽ കൂടെ അവൻ വിളിച്ചു കൂവുന്ന കേട്ടു, രക്ഷിക്കണേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ്. അടുത്തൊക്കെ വീടുള്ളതാ, ആരെങ്കിലും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ദേവു പറയും, എന്നിട്ട് അഭി ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ട് ആരും വന്നില്ലല്ലോ. മാഷ് പറയും, അതിന് മോള് ജനലൊക്കെ അടച്ചിട്ടേക്കുമല്ലായിരുന്നോ? അവനാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല. പിന്നെ മോള് മയക്കി
കിടത്തിയേക്കുന്നത് കൊണ്ട് അധികം ആരോഗ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ദേവ് പറയും ഒരബദ്ധം പറ്റിയത് അച്ഛാ, അബിയെ കടത്തി ആ റൂമിലായിരുന്നു ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജനാലയൊന്നും തുറക്കാൻ പറ്റാത്ത വിധം പുറത്തുനിന്ന് പട്ടികയൊക്കെ വെച്ച് ആണിയടിച്ച് നമുക്ക് ഉറപ്പിക്കായിരുന്നു. അടുത്ത തവണ മുതൽ നമുക്ക് അങ്ങനെ ചെയ്യാച്ചാ. ഇനിയും ആരെങ്കിലും ഒക്കെ പൂട്ടിയിടുമ്പം മാഷ് ചോദിക്കും, മോളെ ദേവു ഇനി അതിനാരെ പൂട്ടിയിടാനാ? ദേവു പറയും, അല്ല എപ്പോഴാ ഇതുപോലൊരു അത്യാവശ്യം വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താണെങ്കിലും ഈ പരിപാടി എനിക്കങ്ങ് സുഖിച്ചു. അതുവരെ സർവ്വ സ്വതന്ത്രനായി നടന്ന ഒരാളെ നമ്മൾ പിടിച്ചങ്ങ് പൂട്ടിയിടുക, നല്ല രസമല്ലേ ഇത്? അവരുടെ ആയുസ്സും ആരോഗ്യവും ജീവനും ഒക്കെ പിന്നെ നമ്മൾ നിശ്ചയിക്കുന്നതാ. കണ്ണൻ വൈദ്യൻ തന്ന ആ മയക്കാനുള്ള ദ്രാവകം ആ ചന്ദ്രബാബു കൊണ്ടുപോയില്ലേ, അവൻ അതുകൊണ്ട് എന്തുപകാരം ഉണ്ടായിട്ടാ? അങ്കിളിനോട് പറഞ്ഞ് ഇനി നമുക്കതിവിടെ വാങ്ങി വെക്കാം. എന്റെ അഭിപ്രായത്തില് ബെഡ്റൂമും വാഷ്റൂമും ഒക്കെ പോലെ ഓരോ വീട് പണിയുമ്പോഴും അവിടെ ഒരു ജയിലും കൂടി വേണം അച്ഛാ. ശബ്ദവും വെളിച്ചവും ഒന്നും പുറത്തു പോവാൻ പറ്റാത്ത തരത്തില്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മറ്റു മനുഷ്യരെ നമ്മൾ അനുസരിപ്പിക്കുക? ഇവന്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ദേവരാജന് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. എന്താ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട്. ദേവരാജൻ പറയുന്നുണ്ട്, മോളെ നമ്മളിപ്പോൾ അതൊന്നും അല്ലല്ലോ ആലോചിക്കേണ്ടത്, അവന്റെ ശബ്ദം എങ്ങനെ പുറത്ത് കേൾക്കാതിരിക്കാന്നല്ലേ. ദേവ് പറയും, കേട്ടാൽ അവന് തന്നെ അച്ഛാ കുഴപ്പം, അവന്റെ ആയുസിന്റെ നീളം അങ്ങ് കുറയും. മോളേന്ന് മാഷ് വിളിക്കുമ്പോൾ ദേവ് പറയും, അയ്യോ അച്ഛൻ പേടിക്കൊന്നും വേണ്ട, അവനെ ഒന്നും കൊന്നിട്ട് ഞാൻ എന്താണെങ്കിലും ജയിലിൽ പോവില്ല. അവന്റെ നിലവിളിയും ബഹളവും കേട്ട് ആളുകൾ ആരെങ്കിലും വന്നാ മാക്സിമം ആളുകളെ ഞാൻ വിളിച്ചു കൂട്ടും. എന്നിട്ട് പറയും, പട്ടാപ്പകല് വീട്ടിൽ കയറി വന്ന കള്ളനെ പിടിച്ച് പൂട്ടിയിട്ടതാന്ന്. അവന്റെ കയ്യില് മാരക ആയുധങ്ങളുണ്ടോന്ന് സംശയമുണ്ടെന്ന്. വെട്ടുകത്തി ആയുധമൊക്കെ ആയി നിൽക്കുന്ന നാട്ടുകാർക്ക് മുന്നിലേക്ക് ഞാൻ ആ വാതിലങ്ങ് തുറക്കും. എലിക്കെണിയിൽ കുരുങ്ങിയ എലിയെ പോലെ അവൻ പുറത്ത് ചാടും. പല സൈഡിൽ നിന്നും വെട്ടും കുത്തും ഇടിയും എല്ലാം അവന് കിട്ടും. അതിലൊന്ന് അവന്റെ മർമ്മം നോക്കിയായിരിക്കും വെച്ചാ പോലീസ് എത്തുന്നതിന് മുമ്പ് ചോരയിൽ കിടന്ന് പെടഞ്ഞ് അവൻ ചാവും. സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒരാളെ തീർക്കാനുള്ള മർമ്മവിദ്യയൊക്കെ കണ്ണനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്കുള്ള അടിയിലൊക്കെ ആരുടെ കയ്യിൽ നിന്നുള്ള അടി കൊണ്ടാ ചത്തേന്നൊന്നും പറയാൻ പറ്റില്ല. കേസുകളും വെറുതെ വിട്ട ചരിത്ര. ദേവരാജൻ ചോദിക്കുന്നുണ്ട്, മോക്കിതൊക്കെ എങ്ങനെ? ദേവ് പറയും, ഒരത്യാവശ്യം വന്നാലോന്നോർത്ത് നെറ്റില് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാ അച്ഛാ. ഒന്നും കാണാതെ അല്ല ഞാൻ അവനെ അവിടെ ഇട്ട് പൂട്ടിയത്. ദേവബാലെ തോപ്പിച്ചു എന്നുള്ള ലഹരിയിൽ അർമാദിക്കുമായിരിക്കും അഭി ഇഷിയൊക്കെ. ഇപ്പം അവർക്ക് ഞാൻ കൊടുക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും അച്ഛാ സോഹൻ. ദേവ് വേറെ ഏതോ ഒരു ലോകത്താണ്. ദേവരാജൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഭയമുണ്ട്. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. മിക്കപ്പോഴും ഇതോടെ അഭിഷേകിന് ഡിവോഴ്സ് കിട്ടാൻ കൂടുതൽ എളുപ്പമാവാനുള്ള ചാൻസ് ഉണ്ട്. ദേവബാലയ്ക്ക് മാനസിക രോഗം ഉണ്ടെന്ന് തന്നെ വരുത്തി തീർക്കാൻ സാധിച്ചെന്നും വരും. പിന്നെ ദേവബാലയ്ക്ക് നല്ല ബോധ്യമുണ്ട് ഇത് റാമോഹൻ ഇഷിക്ക് ശ്രീധനം കൊടുത്ത വീടാണ്. എന്നിട്ടും അവിടെ കഴിയാൻ അച്ഛനും മോക്കും യാതൊരു നാണവും ഇല്ല.